പാരൻസിനെ കൂടെ വിളിച്ചിരുത്തുക, എക്സാമിന്റെ ഡയറി എടുത്ത് വെക്കുക, കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റോൾ നമ്പറും പേരൊക്കെ ഇരുന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ എക്സാമിന്റെ ഡയറിയിൽ എന്താണ് നിങ്ങൾ പഠിച്ച ടൈമും ഒക്കെ എഴുതി പാരൻസ് സൈൻ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ സബ്ജക്റ്റ് ഒക്കെ എഴുതുക, ഡേറ്റ് ഒക്കെ എഴുതുക, പഠിച്ച കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി എക്സാമിന്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആരപ്പോൾ സ്ക്രീനിൽ കാണിക്കും, ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എഴുതുക. 5 മാർക്കാണ്. സോ 5 സെറ്റ് ഓഫ് പോയിന്റ്സ് എഴുതണം. ക്ലിയർ ആണെങ്കിൽ കൈവശിക്ക്. ക്ലിയർ ആണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഫോം എന്തായിരിക്കണം എന്ന് പറയുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോം എങ്ങനെ വേണം തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്. 5 മാർക്കാണ്. 5 പോയിന്റ്സ് എഴുതാം. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് കൈവശി കാണിച്ചേ. ടൈം സ്റ്റാർട്ട് നൗ. ഓൾ ദി ബെസ്റ്റ്. മക്കളെ, നമ്മൾ പേപ്പർ ചെക്ക് ചെയ്യുന്ന ടൈമാണ്. പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്ക് ആയിക്കോട്ടോ. അപ്പൊ എല്ലാ മക്കളും വേഗം വീഡിയോ ഓൺ ആക്കുക, സീറ്റിൽ വന്നിരിക്കുക. നമ്മൾ പേപ്പർ ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്യാനുള്ള റെഡ് ഇങ്ക് എടുക്കുക. സാറ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറയുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം പറയുന്ന പോലെ മാർക്ക് ഇടുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരു 6 ഡിഫറൻസ് ഉണ്ട്. കറക്റ്റ് കറസ്പോണ്ടിങ് ഡിഫറൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വീതം 5 എണ്ണത്തിന് 5 മാർക്ക്. മെമ്പേഴ്സ് ആണെങ്കിൽ പ്രൈവറ്റിൽ മിനിമം 2 ആണ്, മാക്സിമം 200. പബ്ലിക്കിൽ മിനിമം 7, മാക്സിമം നോൺ ലിമിറ്റ് ആണ്. നെയിം ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ ലാസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വേണം, പബ്ലിക്കിനാണെങ്കിലോ ലിമിറ്റഡ് എന്ന് മാത്രം മതി. പ്രോസ്പെക്ടസ് കൊടുക്കാൻ പറ്റുന്നത് പ്രൈവറ്റിന് കൊടുക്കാൻ പറ്റില്ല, പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് പ്രൈവറ്റിന് പറ്റില്ല, പബ്ലിക്കിന് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഡയറക്ടേഴ്സ് മിനിമം പ്രൈവറ്റിൽ 2 ആണ്, പബ്ലിക്കിൽ 3 ആണ്. ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ് പ്രൈവറ്റിൽ കമ്പൽസറി അല്ല, പബ്ലിക്കിന് കമ്പൽസറി ആണ്. അതിൽ ഏതെങ്കിലും ഒരു 5 ഡിഫറൻസ് കറസ്പോണ്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓരോ സെറ്റ് ഓഫ് ഡിഫറൻസിന് 1 മാർക്ക് വീതം 5 മാർക്ക് കൊടുക്കാം. തെറ്റിപ്പോയാൽ 1 മാർക്ക് വീതം കുറച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയിരുന്നു അല്ലെ. നമ്മൾ ഒരു 7 ഫാക്ടറോളം പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു 5 എണ്ണം ഹെഡിങ്ങും എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയി എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോ മാർക്ക് വീതം കൊടുക്കുക. ഫസ്റ്റ്, കോസ്റ്റ് ആൻഡ് ഈസി സെറ്റിംഗ് ഓർഗനൈസേഷൻ ആണ്. കോസ്റ്റ് കുറവ് മതിയെങ്കിൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. കോസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എടുക്കുക. അതുപോലെ ലയബിലിറ്റി ആണെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി വേണമെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിലോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയോ സൊസൈറ്റിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മീനിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇടാം കേട്ടോ. നെക്സ്റ്റ്, കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റി വേണം എന്നുള്ളവര് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പാർട്ട്ണർഷിപ്പിനും സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനും കണ്ടിന്യൂറ്റി കുറവാണ്. ബാക്കിയൊക്കെ തന്നെ സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇനി മാനേജ്മെന്റ് എബിലിറ്റി, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മാനേജിംഗ് എബിലിറ്റി കുറവാണെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ക്യാപിറ്റൽ കൺസിഡറേഷൻ ആണ്. കുറച്ച് ക്യാപിറ്റൽ മതിയെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ക്യാപിറ്റൽ വേണമെങ്കിൽ കമ്പനി എടുക്കാം. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്. കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. കൺട്രോൾ വേണ്ടെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. നേച്ചർ ഓഫ് ബിസിനസ് ആണ്. പേഴ്സണൽ അറ്റൻഷൻ വേണമെങ്കിൽ ഈ പറഞ്ഞ സോൾ ട്രേഡർ ആകാൻ ശ്രമിക്കുക. അറ്റൻഷൻ വേണ്ടെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു 5 പോയിന്റ് നിങ്ങളുടേതായ ലാംഗ്വേജിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതിടാം. ഹെഡിങ് മാത്രം എഴുതിയ കുട്ടികൾ 1/2 മാർക്ക് വീതിടാം. ഞാൻ 5 എടുത്തിട്ട് 5 മാർക്കാണ്. മൊത്തം മാർക്ക് ടോട്ടൽ ചെയ്യാം. ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് ഇടാം. പാരഡിന്റെ സൈൻ മേടിക്കാം. 1 മിനിറ്റ് ആയി പേപ്പർ ക്ലിയർ ആയിട്ട് സെൻഡ് ചെയ്യാം.